നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇനി മുതൽ ട്രെയിനിൽ രാത്രി 11 മണി മുതൽ പുലർച്ചെ 5 മണി വരെ മൊബൈൽ ചാർജ് ചെയ്യാനാകില്ല. ബംഗ്ലാദേശിനേക്കാൾ പട്ടിണി ഇന്ത്യയിൽ, ശ്രീലങ്കയും നേപ്പാളും ഏറെ മുന്നിൽ. കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസ് നാളെ മുതൽ സമരത്തിലേക്ക്. ഗ്രൂപ്പ് വഴക്ക് രൂക്ഷം. MSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസ് നാളെ മുതൽ സമരത്തിലേക്ക്. കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ സർവീസ് നിർത്തിവെക്കും. വൈകിട്ട് 6 മുതൽ ഉണ്ടാകില്ലെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിയിലും പിഴയിലും പ്രതിഷേധിച്ചാണ് സമരം. ബംഗളൂരു, ചെന്നൈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് തീരുമാനം. സ്ലീപ്പർ, സെമി സ്ലീപ്പർ, ലക്ഷറി ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. അഖിലേന്ത്യാ പെർമിറ്റ് ഉണ്ടായിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം അന്യായമായ നികുതി ചുമത്തുന്നുണ്ട് എന്ന് ഉടമകൾ ആരോപിക്കുന്നു. ഗ്രൂപ്പ് വഴക്ക് രൂക്ഷം. MSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചു. ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമായതിന് പിന്നാലെയാണ് MSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റി മരവിപ്പിച്ചത്. ജനറൽ സെക്രട്ടറിയും ട്രഷറിയും തെരഞ്ഞെടുത്തതാണ് മരവിപ്പിച്ചത്. MSFൽ ശനിയാഴ്ച തെരഞ്ഞെടുപ്പെട്ട ഭാരവാഹികളാണ് ഞായറാഴ്ച പുറത്തായത്. രണ്ടുപേരുടെ ഭാരവാഹിത്വം മരവിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി. ശനിയാഴ്ച നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് ജില്ലാ ജനറൽ സെക്രട്ടറിയായി KP റംഷാദിനെയും ട്രഷറായി അനസ് കൂട്ടക്കെട്ടിനെയും പ്രസിഡന്റായി യൂനുസ് പടന്നോട്ടിനെയും തെരഞ്ഞെടുത്തത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലേരിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഭാരവാഹികളായ 3 പേരും. ഇതിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായ KP റംഷാദും ട്രഷറായ അനസ് കൂട്ടക്കെട്ടിനും അധ്യാപകരാണ്. ശനിയാഴ്ച തന്നെ എതിർ ഗ്രൂപ്പുകാർ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ പരാതി എത്തിച്ചു. ഞായറാഴ്ച രാവിലെയാണ് രണ്ടുപേരുടെയും ഭാരവാഹിത്വം മരവിപ്പിച്ച് സംസ്ഥാന കമ്മിറ്റി സർക്കുലർ ഇറക്കിയത്. എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നവരെ MSF ഭാരവാഹികളാക്കരുതെന്ന നിർദ്ദേശം ലംഘിച്ചതിനാണ് മരവിപ്പിക്കുന്നതെന്നാണ് സർക്കുലറിൽ. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിന്റെ ഗ്രൂപ്പിലുള്ളവരെ വെട്ടിയാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി സ്വന്തം ഗ്രൂപ്പുകാരായ KP റംഷാദിനെയും അനസ് കൂട്ടക്കേടിനെയും ഭാരവാഹികളാക്കിയത്. ഇതാണ് എതിർ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത്. 2 നിയമനങ്ങളും മരവിപ്പിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു അവർ. ലാഭക്കുതിപ്പിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. 27 സ്ഥാപനം ലാഭത്തിൽ. വിറ്റുവരവ് 24.40 കോടിയായി. പുതിയ സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ സാമ്പത്തിക വർഷം റെക്കോർഡ് വളർച്ചയിൽ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 27ആയി ഉയർന്നിരിക്കുക. അർദ്ധവാർഷിക അവലോകനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പുതിയ കണക്ക് പുറത്തുവിട്ടത്. ഏപ്രിൽ സെപ്റ്റംബറിൽ 25 സ്ഥാപനങ്ങളാണ് ലാഭത്തിൽ പ്രവർത്തിച്ചത്. 7 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ ലാഭം വർദ്ധിപ്പിച്ചു. വിറ്റുവരവിൽ 9.07% വർധനവുണ്ടായി. 32 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുവരവ് വർദ്ധിപ്പിച്ചു. പ്രവർത്തന ലാഭത്തിലും 72.51 ലക്ഷം രൂപയുടെ വർധനവുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11 പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു ലാഭത്തിൽ ഉണ്ടായിരുന്നത്. അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 17ആയി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇത് 9 ആയിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ വിറ്റുവരവ് 2440.14 ലക്ഷം ആയി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഇത് 2299 ലക്ഷമായിരുന്നു. KMML, കെൽട്രോൺ ECL, കെൽട്രോൺ കമ്പോണന്റ്, TCC, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, കയർ കോർപ്പറേഷൻ, KSIE ടെലക്ക്, SIFL മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KCCPL, കയർഫെഡ് സിൽക്ക് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, FIT മലപ്പുറം, സഹന സ്പിന്നിംഗ് മിൽ, K കരുണാകരൻ സ്മാരക സഹന സ്പിന്നിംഗ് മിൽ, ഫോം മാറ്റിംഗ്സ്, ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പ്രിയദർശിനി സഹകരണ സ്പിന്നിംഗ് മിൽ, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ, കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി. 48 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചവറ KMML ആണ് ഏറ്റവും അധികം പ്രവർത്തന ലാഭം ഉണ്ടാക്കിയത്. 4548.64 ലക്ഷം രൂപ. ഒക്ടോബർ മാസത്തിലെ മാത്രം പ്രവർത്തന ലാഭം 1461.24 ലക്ഷം രൂപയാണ്. കെൽട്രോൺ 1268.20 ലക്ഷം രൂപ പ്രവർത്തന ലാഭം നേടി. കഴിഞ്ഞ വർഷം നേരിട്ട നഷ്ടക്കണക്ക് മറികടന്നാണിത്. കെൽട്രോൺ ECL 1154.59 ലക്ഷം പ്രവർത്തന ലാഭം കൈവരിച്ചു. ബംഗ്ലാദേശിനേക്കാളും പട്ടിണി ഇന്ത്യയിൽ, ശ്രീലങ്കയും നേപ്പാളും ഏറെ മുന്നിൽ. ഗുരുതര സാഹചര്യം. പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. BJP ഭരണത്തിൽ വിശന്നു വലിയുന്ന ഇന്ത്യയുടെ നേർചിത്രം വ്യക്തമാക്കി ആഗോള പട്ടികയുടെ സൂചിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട നേപ്പാളിനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും പിന്നിലെ സൂചികയിലെ ഗുരുതരമായ വിവാദത്തിലേക്കാണ് ഇന്ത്യ കൂപ്പുകുത്തിയിട്ടുള്ളത്. 127 രാജ്യങ്ങളുടെ പട്ടികയിൽ 25.8 സ്കോറുമായി 102-ാം സ്ഥാനത്താണ് ഇന്ത്യ. 42.6 സ്കോറുള്ള സൊമാലിയാണ് ഏറ്റവും പിന്നിൽ. സൗത്ത് സുഡാൻ, കോങ്കോ, മഡഗാസ്കർ, ഹെയ്ത്തി എന്നിങ്ങനെയാണ് സൂചികയിലെ അവസാന 5-ലുള്ള മറ്റു രാജ്യങ്ങൾ. ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലുള്ള രാജ്യങ്ങൾ ഇവയാണെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു.
ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന രാജ്യം 10 രാജ്യങ്ങൾ: സൊമാലിയ, സൗത്ത് സുഡാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, മഡഗാസ്കർ, ഹെയ്ത്തി, പാഡ്, നൈജർ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, നൈജീരിയ, പാപ്പുവ ന്യൂഗിനിയ എന്നിവയാണ്. പതിറ്റാണ്ടുകളായുള്ള കലാപവും വരൾച്ചയും കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ സൊമാലിയയിൽ ഭക്ഷണവും ശുചിജലവും കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണ്. വെള്ളപ്പൊക്ക, അക്രമം, ആഭ്യന്തര കലാപം എന്നിവ മൂലമുണ്ടായ വ്യാപകമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് സൗത്ത് സുഡാനിലെ പ്രതിസന്ധി. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവും ഫലഭൂയിഷ്ഠമായുള്ള ഭൂമിയല്ല രാജ്യമായിരുന്നിട്ടും കോങ്കോയിൽ തുടർച്ചയായ അക്രമങ്ങൾ, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, വികസിതമല്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ എന്നിവയാണ് കടുത്ത ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദകരിൽ ഒന്നായിരുന്നിട്ടും ഇന്ത്യ ഗുരുതരമായ വെല്ലുവിളികളാണ് നേരിടുന്നത്. 106 സ്ഥാനത്തുള്ള പാകിസ്ഥാനും 109 സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനും മാത്രമാണ് ഇന്ത്യക്ക് പിന്നിലുള്ള അയൽ രാജ്യങ്ങൾ. ചൈന 6, ശ്രീലങ്ക 61, നേപ്പാൾ 72, ബംഗ്ലാദേശ് 65 എന്നിങ്ങനെയാണ് ഇന്ത്യയേക്കാൾ ബഹുദൂരം മുന്നിലാണ് മറ്റ് അയൽ രാജ്യങ്ങൾ. ഗുരുതരം എന്ന വിഭാഗത്തിലാണ് പട്ടിണി സൂചികയിൽ ഇന്ത്യ ഉൾപ്പെടുന്നത്. ശിശു മരണനിരക്ക്, കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, ഭക്ഷണ വിതരണത്തിലെ അസമത്വം, മാതൃ ആരോഗ്യത്തിലെ കുറവ്, ശുചിത്വമില്ലായ്മ എന്നിവയൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ദ്രുതഗതിയിലുള്ള ജനസംഖ്യ വർധനവും പ്രാദേശിക അസമത്വങ്ങളും രാജ്യത്തെ അവസ്ഥ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. ലോകത്ത് 10-ൽ ഒരാൾക്ക് ഭക്ഷണം കിട്ടുന്നില്ലെന്നാണ് ആഗോള പട്ടിണി സൂചിക. 2025 പട്ടിണി സൂചിപ്പിക്കുന്നത് ഏകദേശം 673 ദശലക്ഷം ആളുകളാണ് സ്ഥിരമായ വിശപ്പ് പേര് ജീവിക്കുന്നത്. ഭക്ഷ്യോൽപാദനത്തിൽ ഉണ്ടാകുന്ന പുരോഗതി ഭക്ഷണത്തിൽ തുല്യമായ ലഭ്യത ഉറപ്പാക്കുന്നില്ല. ദാരിദ്ര്യം, യുദ്ധം, സാമ്പത്തിക അസമത്വം, കാലാവസ്ഥാ വ്യതിയാനം, ദുർഭരണം മുതലായവയാണ് പട്ടിണിക്ക് കാരണമാകുന്നത്. ഈ പ്രതിസന്ധിക്ക് എല്ലാം ഒരുമിച്ച് ചേരുന്നതിന്റെ ദുരന്തമാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അദ്വാനിയുടെ രഥയാത്രയെ ന്യായീകരിച്ച് തരൂർ. അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമെന്ന് പാർട്ടിക്ക് പങ്കില്ലെന്ന് കോൺഗ്രസ്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ 1990 രഥയാത്രയെ ന്യായീകരിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയാണ് പ്രതികരണവുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തരൂർ സ്വന്തം അഭിപ്രായമാണ് പറയുന്നതെന്ന് കോൺഗ്രസിന്റെ മീഡിയ വിഭാഗം അറിയിച്ചു. ഒരു കോൺഗ്രസ് എംപിയും വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ആയിരിക്കെ തരൂരിന് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധത്തെയും ലിബറൽ സ്വഭാവത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പവൽ രേഖ എക്സിൽ കുറിച്ചു. എപ്പോഴത്തെ പോലെ തരൂർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു. ഒരു കോൺഗ്രസ് എംപിയും വർക്കിംഗ് കമ്മിറ്റി അംഗമാണെന്ന നിലയിൽ അദ്ദേഹം അത് തുടരുന്നത് കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകതയായ ജനാധിപത്യവും ഉദാരതയുമാണ് കാണിക്കുന്നത്, പവൻ രേഖ എക്സിൽ കുറിച്ചു. LK അദ്വാനിക്ക് 98ാം ജന്മദിന ആശംസിച്ച തരൂർ അദ്ദേഹത്തെ പ്രശംസിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അദ്വാനിക്കൊപ്പമുള്ള പഴയ ചിത്രം പങ്കുവച്ചായിരുന്നു തരൂരിന്റെ പ്രശംസ. അദ്വാനിയുടെ പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത, വിനയം, മാന്യത എന്നിവ എടുത്തു പറഞ്ഞ തരൂർ ആധുനിക ഇന്ത്യയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് മായ്ക്കാനാവാതാണെന്നും പറഞ്ഞിരുന്നു. അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞനെന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്ദേഹത്തിന്റെ സേവന ജീവിതം മാതൃകാപരമാണെന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് തരൂരിന്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കൂട്ടുപിടിച്ചാണ് അദ്ദേഹത്തിന്റെ മറുപടി നൽകിയത്. അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് കാരണമായ കണക്കാക്കപ്പെടുന്ന അദ്വാനിയുടെ രഥയാത്രയെ ഒരു അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു തരൂരിന്റെ പ്രതികരണം. അദ്വാനിയുടെ നീണ്ട വർഷത്തെ സേവനത്തെ എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു സംഭവത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് ശരിയല്ലെന്ന് തരൂർ എക്സിൽ കുറിച്ചു. നെഹ്റുവിന്റെ കരിയർ ചൈനയുടെ തിരിച്ചടി വെച്ച് മാത്രം വിലയിരുത്താനാവില്ല. ഇന്ദിരാഗാന്ധിയുടേത് അടിയന്തരാവസ്ഥ വെച്ചും ഇതേ പരിഗണന അദ്വാനിക്ക് നൽകണമെന്നും തരൂർ പറഞ്ഞു. നാടെങ്ങും LDFന്റെ വികസന ജാഥകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും 5 വർഷത്തെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ചുകൊണ്ട് പഞ്ചായത്തുകളും മുനിസിപ്പലുകളുടെ നേതൃത്വത്തിൽ വികസന ജാഥകൾ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകൾ മുഖേനയും സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തികൾ ജനങ്ങളുമായി സംബന്ധിച്ചാണ് ജാഥ കടന്നുപോകുന്നത്. കൂടാളി പഞ്ചായത്തിൽ 2 മേഖലാ ജാഥകൾ കുളോൾ സമാപിച്ചു. സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി M രതീഷ് ലീഡറും KM വിജയൻ ഡെപ്യൂട്ടി ലീഡറും PM സുരേന്ദ്രൻ മാനേജറുമായ പട്ടാനൂർ ജാഥയും KC മനോജ് ലീഡറും E സജീവൻ മാനേജരും മനോജ് കക്കത്ത് ഡെപ്യൂട്ടി ലീഡറുമായ കൂടാളി ജാഥയും വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കുളോൾ സമാപിച്ചത്. 2 ജാഥയിലും സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു.